ഒരു കാലത്ത് ഇടത് കോട്ടയായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഭരണമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇടതുപക്ഷം ഒന്നുമല്ലാതെ ഒരു വട്ടപൂജ്യമായി മാറുന്ന കാഴ്ചകളാണ് പല രീതിയിൽ പല തിരഞ്ഞെടുപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് മറ്റെവിടെയുമല്ല, ഒരു കാലത്ത് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷം ഭരിച്ചിരുന്ന ത്രിപുരയിൽ നിന്നാണ് ഈ ഒരു റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഇവിടെ 223 സീറ്റിൽ 219 സീറ്റിലും BJP ഒരു തൂത്തുവാരൽ വിജയം നേടിയെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച സീറ്റ് എന്ന് പറയുന്നത് വെറും 3 സീറ്റാണ്. ഒന്ന് ഓർക്കണം, ഒരു കാലത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടമെന്ന് പറയുന്നത്. അവിടെയാണ് ഇടതുപക്ഷത്തിന് വെറും 3 സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതും BJP 223-ൽ 219 സീറ്റുകളും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ, ത്രിപുരയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ടുള്ള BJP 223 സീറ്റുകളിൽ 219 സീറ്റുകളും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കും. ത്രിപുര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ CPM വളരെ വലിയ തോതിലുള്ള ഒരു കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് തന്നെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നയിക്കുന്ന ഇടത് മുന്നണി വെറും 3 സീറ്റിൽ ഒതുങ്ങിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ത്രിപുര തദ്ദേശ പ്രോഗ്രസീവ് റീജിയണൽ അലയൻസ് ഒരു സീറ്റും നേടി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, കോൺഗ്രസിന് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം പോലും അടയാളപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും നാണം കെട്ട ഒരു തോൽവിയിൽ ഈ കാര്യങ്ങൾ മാറി. അതായത് ഇടതുപക്ഷത്തിന് 3 സീറ്റും BJPക്ക് 219 സീറ്റും കോൺഗ്രസിന് വട്ടപൂജ്യവുമാണ് ത്രിപുരയിലെ ഈ ഒരു റിസൾട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി BJP ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയും തൻ്റെ പാർട്ടിക്ക് പിന്നിൽ അണിനിരുന്നതിന് ആളുകളെ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുകയാണ്. BJPക്കുള്ള നിങ്ങളുടെ വോട്ടുകൾ അനുഗ്രഹമായി ഞാൻ കരുതുന്നു എന്നും ഈ അനുഗ്രഹങ്ങൾ സംസ്ഥാനത്തെ 37 ലക്ഷം ജനങ്ങളുടെയും വികസനത്തിനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP തീർച്ചയായിട്ടും വളരെ വലിയൊരു വിജയം, തൂത്തുവാരൽ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അതിൽ ഏറ്റവും വലിയ തോതിൽ തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുമാണ് എന്നുള്ളതാണ്. അതായത് 3 സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ആണെങ്കിൽ വട്ടപൂജ്യത്തിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ത്രിപുര പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്.